അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 21/11/2025 ദാലിക്കും നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശീർഷകത്തിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മാഹാത്മ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. അള്ളാഹു തിരുനബിയെ നമ്മിലേക്ക് നിയോഗിച്ചത് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്കുള്ള ഒരു ദൂതൻ വന്നിരിക്കുന്നു. അവിടത്തേക്ക് നിങ്ങൾക്ക് പ്രയാസകരമായതൊന്നും സഹിക്കാൻ കഴിയുകയില്ല. വിശ്വാസികളോട് ഏറെ കൃപയും കാരുണ്യവും ഉള്ളവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് നിയോഗിച്ചവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അന്ത്യപ്രവാചകൻ. അള്ളാഹു അവിടുത്തെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായി നിയോഗിച്ചവർ. അവിടുത്തെ ബുദ്ധിവൈഭവം ഖുർആൻ പ്രശംസിച്ചു പറഞ്ഞതാണ്. അവിടുത്തെ മാർഗം ഏറെ ഋജുവായതാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാ ലല്ല സാഹിബുക്കും വമാ ഗവാ. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ സംസാരം സത്യസന്ധമായിരുന്നു. വമാ യൻതിഖു അനിൽ ഹവ. സ്വമേധയാ അവിടെ നിന്നൊന്നും പറഞ്ഞിരുന്നില്ല. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് ഏറെ കൃപയും കാരുണ്യവും ഉള്ളവർ. അവിടുത്തെ ഹൃദയം അല്ലാഹു തആല വിശാലമാക്കി കൊടുത്തു. ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പൊറുത്തു കൊടുത്തു. ഈ ഐഹിക ലോകത്ത് അവിടുത്തെ പദവി അല്ലാഹു തആല ഉയർത്തി. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ലഹ്റക വറഫഅനാ ലക ദിക്റക. അങ്ങയുടെ ഹൃദയം അങ്ങേക്കു നാം വിശാലമാക്കി തന്നില്ലേ? അങ്ങയുടെ മുതുവിനെ ഭാരമാക്കിയ ആ കനങ്ങളൊക്കെ നാം ഇറക്കി വെച്ചു തന്നില്ലേ? അങ്ങയുടെ സ്മരണയെ നാം ഉയർത്തിയില്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, മാ ഖലഖല്ലാഹു വമാ ദറഅ വമാ ബറഅ നഫ്സൻ അക്രമ അലല്ലാഹി മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശ്രേഷ്ഠരായ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വമാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാത്തി അഹദിൻ ഗൈരി. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബിയുടെ ആയുസ്സിനെ പിടിച്ചല്ലാതെ മറ്റൊന്നിനെ പിടിച്ചും സത്യം ചെയ്യുന്നത് കേട്ടിട്ടും ഇല്ല. അള്ളാഹു പറഞ്ഞില്ലേ, ലഅംറുക ഇന്നഹും ലഫി സക്രത്തിഹിം യഅമഹൂൻ. അങ്ങയുടെ ആയുസ്സിനെ തന്നെയാണ് സത്യം, അവർ അവരുടെ ആ വഴികേടുത്തരത്തിൽ ആണ്ടുപോയവരാണ്. മൻ സർറഹത് ബിമസായ ഫദ്ലു സൂദുദിഹി ആയുൽ കിതാബി വശാദത്ത് മദ്ഹഹു സുവറു. അവിടുത്തെ വിശേഷണങ്ങൾ പറയാൻ ഖുർആനിലെ എത്ര ആയത്തുകളാണ്, എത്ര സൂറത്തുകളാണ് അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മെ നേരായ വഴിയിലേക്ക് ചേർക്കാൻ വേണ്ടി അവിടുന്ന് അല്ലാഹു തആല പറഞ്ഞയച്ചതാണ്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ. ഓ നബിയെ, അങ്ങയെ നാം സാക്ഷിയായി സന്തോഷവാർത്ത അറിയിക്കുന്നവരായി മുന്നറിയിപ്പുകാരനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് അവൻ്റെ സമ്മതപ്രകാരം ക്ഷണിക്കുന്ന ഒരു ജ്വലിച്ചു നിൽക്കുന്ന വിളക്കായിക്കൊണ്ട് വിശ്വാസികൾക്ക് അവിടുന്ന് സുവിശേഷം അറിയിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് വലിയതായ മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന്. അള്ളാഹു അവൻ്റെ സൃഷ്ടിചരാചരങ്ങൾക്കുമേൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നബിതങ്ങൾ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടേ ഇല്ല. അവിടുത്തെ വയസ്സ്, അവിടുത്തെ ജീവിതം, അവിടുത്തെ ആയുസ്, ഉപദേശങ്ങൾ എല്ലാം അവിടുന്ന് ജനങ്ങളുടെ ഹിദായത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ നബിതങ്ങളെ നാം അനുസരിച്ച് വഴിപ്പെട്ടാലോ വഇൻ തുതീഉ തഹ്തദൂ. അപ്പോൾ നിങ്ങൾ നേർമാർഗത്തിലാകും, നിങ്ങൾ വിജയികളാകും. നാം നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആ നബിതങ്ങളെ നാം പിൻപറ്റണം, നബിതങ്ങളെ നാം അനുധാവനം ചെയ്യണം.
തിരുനബി അവിടുത്തെ കഴിഞ്ഞുപോയ നബിമാരെ അനുധാവനം ചെയ്തിരുന്നു. അവരുടെ നല്ല സ്വഭാവങ്ങളൊക്കെ അവിടുന്ന് പകർത്തിയിരുന്നു. അല്ലാഹു തആല നബിതങ്ങളോട് പറഞ്ഞില്ലേ, ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരെ അല്ലാഹു തആല നേർമാർഗത്തിലാക്കിയവരാണ്, അവരുടെ മാർഗത്തെ താങ്കളും അനുധാവനം ചെയ്യുക. എല്ലാ നല്ല സ്വഭാവങ്ങളും നബിതങ്ങളിൽ സമ്പൂർണ്ണമായി സമ്മേളിച്ചിരുന്നു. സ്വഭാവ മാഹാത്മ്യത്തെ പ്രശംസിച്ചിട്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, തിരുനബിയെ അങ്ങ് അതിമഹത്തായ സ്വഭാവത്തിനുടമയാണ്. എല്ലാ നല്ല ഗുണങ്ങൾ, ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, സത്യം മാത്രം പറഞ്ഞവർ, ജനങ്ങളോട് ഏറ്റവും നന്നായി ഇടപഴകുന്നവർ, ആദ്യമായി കാണുന്നവർക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം അവിടത്തോട് തോന്നിപ്പോകും. അവിടത്തോട് അടുത്ത് ഇടപഴകിയാലോ എന്തെന്നില്ലാത്ത സ്നേഹവും ഉണ്ടാകും. നബിതങ്ങളെ വിശേഷിപ്പിക്കുന്നവർ പറയുന്നുണ്ട്, ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിഥ്ല, ഞാൻ അതിൻ്റെ മുമ്പും പിമ്പും നബിതങ്ങളോളം സ്വഭാവ ഗുണങ്ങളുള്ള ഒരാളെയും കണ്ടിട്ടില്ല. നാം നബിതങ്ങളെ അനുധാവനം ചെയ്യണം. അവിടുത്തെ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പകർത്തണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടുന്ന് നമ്മെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു സംഭവം ഉണ്ട്. തിരുനബി എൻ്റെ കൂടെയായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് ദുഃഖിതനായതാണ് വരുന്നത്. ദുഃഖ കാരണം എന്നോട് പറഞ്ഞത്, ഇന്നി ദഖൽത്തുൽ കഅബ, ഞാനിപ്പോൾ കഅബത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു. വദിത്തു അന്നി ലം അക്കുൻ ഫഅൽതു, പിന്നെ എനിക്ക് കരുതി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറേണ്ടിയിരുന്നില്ല എന്ന്. ഇന്നി അഖാഫു അൻ അകൂന ഖദ് അത്അബ്തു ഉമ്മത്തി മിൻ ബഅദി, എനിക്ക് വിഷമമായിപ്പോയി, എൻ്റെ ശേഷം വരാൻ പോകുന്ന എൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ കഅബയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ എന്നത് അവരെ പ്രയാസപ്പെടുത്തും എന്ന്. അവിടുത്തെ സ്നേഹം, നമ്മളോടുള്ള ആ കാരുണ്യം എത്ര ആഴത്തുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുവീൻ. നമ്മളെ കാണാൻ അവിടുന്ന് വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അവിടുന്ന് പറഞ്ഞു, അന ഫറത്തുഹും അലൽ ഹൗദ്, ഞാൻ നാളെ അന്ത്യനാളിൽ ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ അവരെ കാത്തു നിൽക്കും, നമ്മളെ കാത്തു നിൽക്കും, നമുക്ക് ഹൗദുൽ കൗസർ പാനജലം കോരിത്തരാൻ വേണ്ടിയിട്ട്. നബിതങ്ങളെ നാം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. നമ്മുടെ മനസ്സിൽ തിരുനബിതങ്ങൾ ജീവിച്ചിരിക്കണം. നമ്മുടെ വരുന്ന തലമുറക്കും നാം നബിതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. മക്കളോട്, കുട്ടികളോടൊക്കെ നാം എങ്ങനെ സ്നേഹത്തിൽ പെരുമാറണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാലി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയേക്കാൾ കുട്ടികളോട്, ചെറിയ മക്കളോട് വാത്സല്യത്തോടുകൂടി പെരുമാറുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന്. നാം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ, മാപ്പ് കൊടുക്കുന്നതിലൊക്കെ നബിയെ മാതൃകയാക്കണം. മാ ഖുയ്യിറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അംറൈനി ഇല്ലഖ്താറ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മൻ, നബിതങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ അവസരം കൊടുത്തിട്ടില്ല. ഏറ്റവും ലളിതമായത് അവിടുന്ന് സെലക്ട് ചെയ്തിട്ടൊഴികെ, അത് കുറ്റകരമാകാത്തപ്പോഴൊക്കെ. നാം നബിതങ്ങളുടെ സീറകൾ, അവിടുത്തെ ഷമായിലുകൾ പഠിക്കുകയും പകർത്തുകയും ചെയ്യണം. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു, എന്തിനു വേണ്ടി? നബിതങ്ങളെ ബഹുമാനിക്കാൻ, നബിതങ്ങളെ ആദരിക്കാൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു സലാമുകൾ എപ്പോഴും വർദ്ധിപ്പിക്കണം. ഇന്നല്ലാഹ വമലായികതഹു യസ്സല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവൻ്റെ റസൂലും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിതങ്ങൾക്കുമേൽ സ്വലാത്തു സലാമുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുവീൻ. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടത്തോട് ഒരു കുറി ചോദിച്ചു, ഞാൻ എത്രയാണ് തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലാൻ സമയം നീക്കിവെക്കേണ്ടത്? എൻ്റെ നിർബന്ധ കാര്യങ്ങൾ കഴിഞ്ഞ് 1/4 ഭാഗം സ്വലാത്തിന് വേണ്ടി നീക്കിവെച്ചാലോ? അവിടുന്ന് പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നീ കൂടുതലാക്കിയാൽ അതാണ് നിനക്ക് നല്ലത്. പിന്നെയും ചോദിച്ചു. ആ സ്വഹാബി പറഞ്ഞു, എൻ്റെ നിർബന്ധ സമയം കഴിഞ്ഞ്
എൻ്റെ ബാക്കി എല്ലാ സമയവും ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. നബി അത് കേട്ടപ്പോൾ പറയുകയാണ്, ഇദൻ തുഖ്ഫ ഹമ്മക് വയുഗ്ഫറു ലക ദംബുക്. അങ്ങനെ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നിൻ്റെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും, നിൻ്റെ എല്ലാ പ്രയാസങ്ങളും അത് കാരണമായിക്കൊണ്ട് നീങ്ങിപ്പോകും. നബി തങ്ങളുടെ മേലിൽ കൂടുതൽ സ്വലാത്തുകളും സലാമുകളും ചൊല്ലണം. അവിടുത്തെ സീറകൾ, അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് നബിതങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.